ചെങ്ങായിമാർ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് വളർത്തുകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിലൊക്കെ ഏകദേശം ഒരു 5 മാസം മുതൽ ഏകദേശം 1 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളാണ് ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഇതിൽ പല ബ്രീഡ്പ്പെട്ടിട്ടുള്ള പല വലുപ്പത്തിലുള്ള കുട്ടികളുണ്ട്. കാങ്കേയത്തിന്റെ അടുത്തപ്പെട്ടതുണ്ട്, ഗിയറിന്റെ അടുത്തപ്പെട്ടതുണ്ട്, ഓങ്കോളിന്റെ അടുത്തപ്പെട്ടതുണ്ട്. അങ്ങനെ പല ബ്രീഡ്പ്പെട്ടിട്ടുള്ള പല വലുപ്പത്തിനുള്ള കുട്ടികളെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുണ്ട്. ഒറിജിനൽ ബ്രീഡും ഉണ്ട്, ക്രോസ് ബ്രീഡും ഉണ്ട്. ഓരോന്നിന്റെ ക്വാളിറ്റിക്കും ഓരോന്നിന്റെ വലുപ്പത്തിനും അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില പറയാറുള്ളത്. അതന്നെ അവർ പറയുന്ന വില കൊടുക്കേണ്ടി വരില്ല. അവരുടെ വില പറയും, നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കണം. അതാണ് ചന്തയിലെ രീതി. ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള വളർത്തുകുട്ടികൾക്കൊക്കെ ഏകദേശം 14,000 15,000 രൂപ മുതൽ 25 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും അനുസരിച്ചിട്ടാണ് വില. ചിലതൊക്കെ ചെറുതാണ്, ചിലതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിനുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഒറിജിനൽ ബ്രീഡും നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില ചോദിക്കാറുണ്ട്. ഓരോന്നിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ക്വാളിറ്റിക്കും വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് വില ചോദിക്കുന്നുണ്ട്. അത് തന്നെ അവർ ചോദിക്കുന്ന വില കൊടുക്കേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ നോട്ടത്തിന് എത്രയാണോ മതിപ്പ് വില വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാം. ചന്തയിൽ ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കണം. എന്നാലാണ് കന്നുകാലികൾക്കൊക്കെ നിലവാരം കുറച്ച് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അവർ പറയുന്ന വില കൊടുത്താൽ വില കൂടുതൽ തന്നെ ആയിരിക്കും. ഈ ഭാഗത്ത് ഒരുപാട് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. കറവയുള്ള പശുക്കൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കറവയുള്ള പശുക്കളെയാണ് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിലും HFന്റെ അടുത്തപ്പെട്ടതുണ്ട്, ജേഴ്സി ക്രോസ് ഉണ്ട്, HF ക്രോസ് ഉണ്ട്. അങ്ങനെ പല ബ്രീഡ്പ്പെട്ടുള്ള പല വലുപ്പത്തിനുള്ള പശുക്കൾ ഈ കൂട്ടത്തിലുണ്ട്. ചിലതൊക്കെ നല്ല സൈസ് ഉള്ള വലിയ പശുക്കളാണ്. അതേപോലെ തന്നെ ഗിയറിന്റെ അടുത്തപ്പെട്ടുള്ള ഒരു 3 പശുക്കൾ അത് അവിടെ ആ ഒരു സൈഡിൽ മാറ്റി കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പശുക്കളാണ്. തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വളർത്താൻ പറ്റിയ രീതിയിലുള്ള കറവയുള്ള പശുക്കളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. എത്രത്തോളം പാല് കിട്ടും എന്നുള്ളത് നമുക്ക് കറന്നു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ചന്തയിൽ ചിലപ്പോൾ അവർ 4 ലിറ്റർ 5 ലിറ്റർ 6 ലിറ്റർ എന്നൊക്കെ പറയാറുണ്ട്. എത്രത്തോളം പാല് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ചന്തയിൽ പറയുന്ന പാലിന്റെ അളവൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ നേരത്തെ കാണിച്ച ഗിയറിന്റെ അടുത്തപ്പെട്ടുള്ള പശുക്കളാണ് ഈ കാണുന്നത്. ഇതൊക്കെ കറവ വറ്റിയിട്ട് കൊടുക്കുകയാണെന്നും പറയാൻ കഴിയില്ല. ഗിയറിന്റെ അടുത്തപ്പെട്ടത് മറ്റുള്ള പശുക്കൾ നമ്മൾ നേരത്തെ കാണിച്ച പശുക്കളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പശുക്കളാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന പശുക്കളൊക്കെ ചെറിയ പശുക്കളാണ്, വളർത്താൻ പറ്റിയ രീതിയിലുള്ള പശുക്കളാണ്. പശുക്കൾക്കൊക്കെ ഏകദേശം അവർ വില ചോദിക്കുന്നത് 35,000 രൂപ മുതൽ 60,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട്. കറവയുള്ള പശുക്കൾക്കൊക്കെയാണ് 35 രൂപ മുതൽ 60 രൂപ വരെയൊക്കെ വില ചോദിക്കുന്നത്. കറവ പറ്റിയിട്ടുള്ള ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പശുക്കളും ചന്തയിൽ വരുന്നുണ്ട്. അതൊക്കെ ഏകദേശം ഒരു 20-22 മുതലൊക്കെ വില സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ട്. 20-22 മുതൽ ഓരോന്നിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വില കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളതൊക്കെ വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ള കറവയുള്ള പശുക്കളാണ്. ചിലതൊക്കെ ചെനപ്പശുക്കളും ചന്തയിലുണ്ട്. ധാരാളം പശുക്കൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പശുക്കൾ, കറവ പശുക്കൾ വരുന്ന ഒരു ചന്തയാണ് കുഴൽമന്നം ചന്ത. കേരളത്തിന്റെ അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ബോർഡർ കടന്നു വരുന്ന ആദ്യം വരുന്ന ലോഡുകളൊക്കെ എത്തുന്ന ഒരു ചന്തയാണ് കുഴൽമന്നം ചന്ത. കൂടുതലും തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന
നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കർഷകരൊക്കെ നേരിട്ട് കൊണ്ടുവരുന്ന ഒരു ചന്ത കൂടിയാണ് ഈ കുഴൽമന്ദം ചന്ത. ധാരാളം കറവ പശുക്കൾ ഈ ചന്തയിൽ വരാറുണ്ട്. അതേപോലെ തന്നെ നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവരുന്ന വളർത്താൻ പറ്റിയ രീതിയിലുള്ള കാളക്കുട്ടികളും ധാരാളമായിട്ട് ചന്തയിൽ വരാറുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഹോങ്കോളിന്റെ അടുത്ത് ഒരു വലിയൊരു കാളനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ തുണയായിട്ട് അതിന്റെ തൊട്ട് പിറകിലായിട്ട് ഒരു കന്നിനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. 2 കന്നിനെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പെരുന്നാളിന് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതിന് വില കിട്ടാഞ്ഞിട്ട് നിർത്തിയതാണോ എന്നും അറിയില്ല. പെരുന്നാളിന് ചോദിച്ച വിലക്കൊന്നും ഇപ്പം ആരും ചോദിക്കില്ല. പെരുന്നാളിനാണ് ഏറ്റവും ടോപ്പ് വിലക്ക് ആളുകൾ കന്നുകാലികളൊക്കെ മേടിക്കുക. പെരുന്നാളിന് വിൽക്കാൻ കഴിയാതെ നിർത്തിയിട്ടുണ്ടായിരുന്ന കന്നുകളായിരിക്കും. അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള വലിയ 2 കന്നുകളാണ്. ഈ കാണുന്ന കന്നുകൾക്കൊക്കെ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്താണ് അവർ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിലക്കൊന്നും എന്തായാലും പോകില്ല. അത്യാവശ്യം മീറ്റുള്ള വലിയ കാളകളാണ്. അതേപോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ട്. HF ജേഴ്സിയൊക്കെ ഒരു ക്രോസ് ബ്രീഡാണ്. ഈ കാണുന്ന പശുവിനൊക്കെ ഏകദേശം 48 രൂപ 50 രൂപയുടെ അടുത്തൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കാങ്കേയത്തിന്റെ ഒക്കെ ഒരു ബ്രീഡാണെന്ന് തോന്നുന്നുണ്ട്. ഒരു പശുവാണ്. മീറ്റ് പർപ്പസിനാണ് ഇനി പോവുള്ളൂ. കറവയൊക്കെ പറ്റിയതാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ കാലൊക്കെ തരിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് കാലൊന്നും നിലത്ത് വെക്കുന്നില്ല. നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഗിയറിന്റെ അടുത്തപ്പെട്ടുള്ള ഒരു കിടിലം വളർത്തൂട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ ബ്രീഡപ്പെട്ടുള്ള ഒരു വളർത്തൂട്ടിയാണ്. ഇതിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന വളർത്തൂട്ടി 19,000 രൂപയാണ് ഇപ്പൊ ചന്തയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 5 മാസം പ്രായമായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഒറിജിനൽ ബ്രീഡാണ്. നല്ല ഉഷാറുള്ള ഒരു അടിപൊളി കുട്ടിയാണ്. നല്ല പവറൊക്കെ തോന്നിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. നമ്മളിതിനെ വിലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെയുള്ള ഒറിജിനൽ ബ്രീഡപ്പെട്ടുള്ള കാളക്കുട്ടികൾ, ഹോങ്കോളിന്റെ അടുത്തപ്പെട്ടത്, അതേപോലെ തന്നെ ഗിയറിന്റെ അടുത്തപ്പെട്ടത്, കാങ്കേയത്തിന്റെ അടുത്തപ്പെട്ടതൊക്കെ ആയിട്ടുള്ള ഒറിജിനൽ ബ്രീഡപ്പെട്ടുള്ള വളർത്തുകുട്ടികൾ, അതേപോലെ തന്നെ പോത്തിൻ കുട്ടികളാണെങ്കിൽ മുറ ബ്രീഡ്, ജാഫറാബാദി ബ്രീഡൊക്കെ പെട്ടുള്ള ഒറിജിനൽ ബ്രീഡ് വളർത്തുകുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട്. വിലപ്പാകത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ വളർത്താന്നുള്ള ലെവലിൽ മേടിക്കുന്ന കുട്ടികളാണ്. നമ്മൾ മേടിച്ച കന്നുകാലികളൊക്കെ നമ്മൾ മേടിച്ച ഉടൻ തന്നെ നമ്മളെ ചാനലിൽ സെയിൽ പോസ്റ്റ് ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. നമ്മൾ ഇതേപോലെയുള്ള നല്ല കുട്ടികളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ചാനലിലൂടെ റീൽസ് ആയിട്ടും ഷോർട്ടൊക്കെ ആയിട്ട് ഇടാറുണ്ട്. ഒരുപാട് പേര് ഇതേപോലെയുള്ള ഗിയറിന്റെ അടുത്തപ്പെട്ടുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടി വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് ഇതിന്റെ വീഡിയോസ് അയച്ചു കൊടുക്കാനും അതേപോലെ വിവരങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ പറയാനും ചിലപ്പോൾ കഴിഞ്ഞോളന്ന് വരില്ല. അപ്പൊ നമ്മൾ മേടിച്ച ഉടൻ തന്നെ അതിന്റെ സെയിൽ പോസ്റ്റ് ആയിട്ട് റീൽസ് ആയിട്ടും ഷോർട്സ് ഒക്കെ ആയിട്ട് നമ്മളുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ കാണുന്ന കുട്ടിയെ നമ്മൾ മേടിച്ചു. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഏകദേശം ഒരു 10 മണിക്ക് ഇതിന്റെ സെയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോഴത്തേനും ഈ കാണുന്ന കുട്ടിയെ നമ്മൾ വിൽപ്പന കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ഒരു കുട്ടിക്ക് തന്നെ ഏകദേശം ഒരു 200-250 കോളുകൾ വന്നിട്ടുണ്ടാവും. വിറ്റതിന് ശേഷം ഒരു 100-150 കോള് പിന്നെയും വന്നിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ ഇതേപോലെയുള്ള കുട്ടികൾക്കൊക്കെ എൻക്വയറി ചെയ്ത് വിളിക്കാറുണ്ട്. ഓരോരുത്തര് ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് നോക്കുമ്പോഴേക്കും ഇത് സെയിലായി പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള കുട്ടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മൾ സംപ്രേഷണം ചെയ്ത ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ പേജ് ഫോളോ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വളർത്തുകുട്ടികൾ, ഒറിജിനൽ ബ്രീഡ് വളർത്തുകുട്ടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട്. ചന്തയിൽ നിന്ന് മേടിച്ച ചിലവ് നമുക്ക് വണ്ടിക്കൂലി നമുക്ക് ഒരു 500 രൂപ ലാഭവും കിട്ടിയാൽ നമ്മൾ ഇതേപോലെയുള്ള കുട്ടികളൊക്കെ സെയിലാവും. കൂടുതൽ ലാഭം എടുത്തിട്ടൊന്നും നമ്മൾ കച്ചവടം ചെയ്യാറില്ല. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോസ് നമ്മൾ എല്ലാ ആഴ്ചയിലും ചന്തകളിൽ പോയിട്ട് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും മടിക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.